ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ സാധാരണ നമ്മുടെ ഫോണിൽ പല ഹിസ്റ്ററികൾ നമ്മൾ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാറുണ്ട്. അതായത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത കാര്യങ്ങൾ അതെല്ലാം നമ്മൾ ഗൂഗിളിൽ കയറിയിട്ടോ അല്ലെങ്കിൽ യൂട്യൂബിൽ കയറിയിട്ടൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാറുണ്ട്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ധൈര്യപൂർവ്വം നമ്മുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ നമ്മുടെ മക്കൾക്ക് ഫോൺ കൊടുക്കുകയും ചെയ്യും. പക്ഷേ അവർക്ക് അത് വളരെ നിഷ്പ്രയാസം എടുക്കാൻ വേണ്ടി സാധിക്കും. എങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തത് അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് വളരെയധികം മോശമുള്ള ഒരു കാര്യമാണ്, കാരണം നമ്മൾ സെർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ കാണുക എന്നുള്ളത്. അപ്പം അത് എവിടെയാണ് പോയി നിൽക്കുന്നത് എന്നുള്ളതും അത് എങ്ങനെയാണ് സേഫ് ആയിട്ടും മറ്റുള്ളവർ കാണാത്ത രീതിയിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ട് ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം ഞാൻ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് തന്നെ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ നമ്മുടെ ഫോണിൽ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നതാണെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ ഒരു ഭാഗത്ത് ഫോണിൻ്റെ ഒരു ഭാഗത്ത് പോയി നിൽക്കുന്നുണ്ട്. നമ്മൾ ഗൂഗിളിൻ്റെ ഹിസ്റ്ററി ഒന്നും ഡിലീറ്റ് ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ അതേപോലെ നിങ്ങളുടെ ഫോണിലൊന്ന് ചെയ്യാം. അതിനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ആ ഗൂഗിളിൻ്റെ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഗൂഗിളിൻ്റെ നമ്മുടെ ഫുൾ സെറ്റിംഗ്സ് ആ ഒരു ഭാഗത്താണ് വരുന്നത്. നമ്മൾക്ക് ഇവിടെ കാണാം, നമ്മുടെ ഇമെയിൽ ഐ ഡി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആ ഇമെയിൽ ഐ ഡിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്തെങ്കിലും ഇമെയിൽ ഐ ഡീസ് ഉണ്ടെങ്കിൽ അതും കൂടി ഇവിടെ കാണിക്കും. അതിൽ ഏത് ഇമെയിൽ ഐ ഡിയിലുള്ള യൂട്യൂബ് വീഡിയോസ് അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അതൊക്കെയാണ് ഡിലീറ്റ് ആവേണ്ടതെങ്കിൽ നമുക്ക് ആ മെയിൽ ഒന്ന് ഇവിടെ സെലക്ട് ചെയ്യാം. അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന മാനേജ് ഗൂഗിൾ അക്കൗണ്ട്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഹോം, പേഴ്സണൽ ഇൻഫോ, ഡാറ്റ ആൻഡ് പ്രൈവസി അങ്ങനെ ഓപ്ഷൻസ് ഒക്കെ കാണും. അതിൽ നമുക്ക് ആകെ വേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷനാണ്, അതായത് ഡാറ്റ ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ആ ഡാറ്റ ആൻഡ് പ്രൈവസി ഓപ്ഷൻ നമുക്ക് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മുടെ പ്രൈവസിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം തിങ്സ് യു ഹാവ് ഡൺ, പ്ലേസസ് യു ഹാവ് ബീൻ, നമ്മൾ ചെയ്ത കാര്യങ്ങളും പോയ സ്ഥലങ്ങളൊക്കെ ഇവിടെ റെക്കോർഡ് ആവുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നു. ഇവിടെ ഹിസ്റ്ററി സെറ്റിംഗ്സിൽ കണ്ടില്ലേ, നമ്മുടെ വെബിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ, ഹിസ്റ്ററി, ലൊക്കേഷൻ്റെ ഹിസ്റ്ററി, യൂട്യൂബ് ഹിസ്റ്ററി ഒക്കെ സേവ് ആവുന്നുണ്ട്. ഇവിടെയാണ് സേവ് ആവുന്നത്. ഇവിടെ നമുക്ക് നോക്കാം മൈ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ആ മൈ ആക്ടിവിറ്റി നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ എവിടെയെല്ലാം പോയിട്ടുണ്ട് എന്നുള്ളത്. ഇത് നമുക്ക് മറ്റൊരു രീതിയിലും എടുക്കാം. എങ്ങനെയാണ് എടുക്കുന്നത്? ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ക്ലിക്ക് ചെയ്യുക, www.google.com. ഗൂഗിൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഗൂഗിൾ മൈ ആക്ടിവിറ്റി എന്ന് കൊടുക്കാം. ഗൂഗിൾ മൈ ആക്ടിവിറ്റി അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെറ്റിംഗ്സിൽ പോകാതെ തന്നെ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഈ മൈ ആക്ടിവിറ്റി എടുക്കാൻ സാധിക്കും. ഇവിടെ മൈ ആക്ടിവിറ്റിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ മൈ ആക്ടിവിറ്റിയിലേക്കാണ് പോകുന്നത്. ഇവിടെ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ കാണുന്നുണ്ട് നേരത്തെ കണ്ടതുപോലെ തന്നെ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി, ലൊക്കേഷൻ ആക്ടിവിറ്റി, അതുപോലെ തന്നെ യൂട്യൂബ് ഹിസ്റ്ററി ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതെല്ലാം ഓണായി കിടക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് ഞാൻ കാണിച്ചിട്ട് കണ്ടില്ലേ, നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ ടുഡേ കാണിക്കുന്നുണ്ട്. ഇന്ന് സെർച്ച് ചെയ്ത കാര്യങ്ങൾ, ഇന്നലെ സെർച്ച് ചെയ്ത കാര്യങ്ങൾ, നമ്മൾ യൂട്യൂബിൽ കണ്ട വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്തേക്ക് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം അത്യാവശ്യം മൊബൈലിൽ ഈ പറഞ്ഞിരിക്കുന്ന മൈ ആക്ടിവിറ്റിയുടെ കാര്യങ്ങൾ അറിയുന്ന ആളുകൾക്ക് നമ്മൾ ഏതിൽ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇവിടെ ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മുകളിൽ കാണിക്കുന്നുണ്ട്. അതിന് കുറച്ചും കൂടി നല്ലത് ഇതൊന്നും നമ്മുടെ ഫോണിലേക്ക് സ്റ്റോർ ആവാതിരിക്കാൻ നമുക്ക് ഒരു ഉപായം ചെയ്യാൻ പറ്റും. അതിനായി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഏറ്റവും മുകളിലേക്ക് വരുന്ന ആദ്യത്തെ കാണുന്ന വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി കാണുന്നില്ലേ, അതൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അത് ഓണായി കിടക്കുന്നതാണ്. അപ്പം ആ ഒരു ഏറോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ടേൺ ഓഫ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നമ്മളത് ഓണാണ് കിടക്കുന്നത്, അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും സേവ് ആവുന്നത്. ഇവിടെ നമ്മൾ ടേൺ ഓഫ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ ടേൺ ഓഫ് കൊടുക്കാം, അല്ലെങ്കിൽ താഴെ ടേൺ ഓഫും അതേപോലെ തന്നെ ഇതുവരെ നമ്മൾ കണ്ട ആക്ടിവിറ്റി ഒക്കെ ഡിലീറ്റും ആവും, അതുപോലെ തന്നെ ഇനി ഒരിക്കലും ആവുകയില്ല. അപ്പോൾ രണ്ട് ഓപ്ഷൻ ഉണ്ട്, അതിൽ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. ഇത് കണ്ടില്ലേ, ഇങ്ങനെ പറയുന്നുണ്ട് ന്യൂ ആക്ടിവിറ്റി വോണ്ട് ബി സേവ്ഡ് ടു യുവർ അക്കൗണ്ട്. ഇങ്ങനെ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി മുതൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, ആക്ടിവിറ്റീസ് ഒന്നും ഇതിൽ സേവ് ആവില്ല എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഈ ഒരു ഡീറ്റെയിൽസ് ഒന്ന് വായിച്ച് നോക്കിയതിന് ശേഷം കണ്ടില്ലേ, യുവർ ആക്ടിവിറ്റി ഹാസ് ബീൻ ഡിസേബിൾഡ്, താഴെ ഒന്ന് ഓക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, ആക്ടിവിറ്റി ഡിസേബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ വെബ് ആക്ടിവിറ്റീസ് ഒന്നും ഇനി മുതൽ ആരും കാണില്ല. കണ്ടില്ലേ, ഇത് ഓഫാണ്. അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത് വരുന്ന ലൊക്കേഷൻ ഹിസ്റ്ററിയാണ്. നമ്മൾ എവിടെയെല്ലാം പോയി എന്നുള്ളതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലൊക്കേഷൻ ഹിസ്റ്ററിയിലുണ്ടാവും. ആ ലൊക്കേഷൻ ഹിസ്റ്ററിയും ഇതുപോലെ തന്നെ നമുക്കിവിടെ ഓൺ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അത്രയും വാല്യുബിൾ ആയിട്ടുള്ളൊരു ഇൻഫർമേഷനാണിത്. ഇവിടെ നമുക്ക് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് മുൻപ് നമ്മൾ പോയ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അത് രണ്ടും കൂടി കൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ടേൺ ഓഫ് മാത്രം മതിയെങ്കിൽ മുകളിലുള്ള ആ ജസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം ഈ ഒരു
കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയതിന് ശേഷം താഴെ ഗോട്ട് ഇറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതും ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഓഫ് ആയിട്ടുണ്ട് ഇപ്പം, അതായത് വെബ് ആക്ടിവിറ്റിയും അതുപോലെ തന്നെ ലൊക്കേഷൻ ഹിസ്റ്ററി. ഇനി മൂന്നാമതായിട്ടുള്ള യൂട്യൂബ് ഹിസ്റ്ററിയാണ്. നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ യൂട്യൂബിൽ ഇവിടെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ കണ്ടില്ലേ 2 ചെക്ക് ബോക്സിലാണ് ടിക്ക് ഉള്ളത്. മൂന്നാമത്തേൽ വരുന്നതിൽ നമുക്കിവിടെ കാണിക്കുന്നുണ്ട്, അതായത് നമ്മൾ യൂട്യൂബിൽ കൊടുത്തിരിക്കുന്ന സെർച്ച് വേർഡുകൾ വരെ, സെർച്ച് ആക്ടിവിറ്റി വരെ നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റും, ഡിസേബിൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണുന്ന ഈ ഒരു കോളത്തിലൊന്ന് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാര്യങ്ങൾ ഇതിൽ സെർച്ച് ചെയ്തിട്ടുണ്ടോ, അതായത് വോയിസ് പരമായിട്ടാണെങ്കിൽ പോലും നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ എന്തിൽ വരുന്നുണ്ട്, യൂട്യൂബിൽ വരുന്നുണ്ട്. അത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. നമ്മൾ മുൻപ് കണ്ട വീഡിയോകൾ, നമ്മൾ കൊടുത്തിരിക്കുന്ന ടൈപ്പ് ചെയ്തിരിക്കുന്ന കീവേഡുകൾ, അതുപോലെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന വോയിസ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ ടേൺ ഓഫ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക ചെയ്യേണ്ടത്. ടേൺ ഓഫ് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. പോസ് യൂട്യൂബ് ഹിസ്റ്ററി, യൂട്യൂബിൻ്റെ ഹിസ്റ്ററി പോസ് ചെയ്യാനാണ് പറയുന്നത്. അത് ഇതൊക്കെ ഒന്ന് വായിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ഗോട്ട് ഇറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങളും, അതായത് യൂട്യൂബ് ഹിസ്റ്ററിയും ലൊക്കേഷൻ ഹിസ്റ്ററിയും അതുപോലെ തന്നെ വെബ് ആക്ടിവിറ്റി കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് കണ്ടില്ലേ 3 എണ്ണം ഇവിടെ നിന്ന് ഓഫ് ആയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇനി മുതൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഇത് ഫോൺ കൈമാറ്റം ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇത് ടേൺ ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മുകളിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ടേൺ ഓൺ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ, കാരണം ചില ആളുകൾക്ക് ഇത് ഹിസ്റ്ററി വേണം എന്നുള്ള ആളുകളുണ്ടാവും. കാരണം മുൻപ് നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കൊടുത്ത് ഓൺ ചെയ്താൽ മാത്രം മതിയാകും.